ഈ വെള്ളയൊക്കെ ഇട്ടുകൊണ്ട് രാഷ്ട്രപതിയുടെ മുന്നിൽ ശബരിമല നിൽക്കുന്നതാണ് ദേവസ്വം വകുപ്പ് മന്ത്രി. പലപ്പോഴും ചോദിക്കണം എന്ന് ആഗ്രഹിച്ച ഒരു ചോദ്യമാണ്. നിങ്ങൾക്ക് ഈ ചോദ്യം ഒരിക്കലെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്തിട്ട് മാക്സിമം ഒന്ന് ഷെയർ കൊടുക്കുക. നമ്മുടെ നാട്ടിൽ പല മതങ്ങളുണ്ട്. ഇപ്പം ഹിന്ദു ആണെന്നുണ്ടെങ്കിലും മുസ്ലിം ആണെങ്കിലും ക്രിസ്ത്യാനിയാണെന്നുണ്ടെങ്കിലും അങ്ങനെ പല മതങ്ങളുണ്ട്. ഇപ്പം ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെടുന്ന പള്ളിയാണെന്നുണ്ടെങ്കിലും അവരുടെ സ്വത്താണെന്നുണ്ടെങ്കിലും എല്ലാം നിയന്ത്രിക്കുന്നതും സംരക്ഷിക്കുന്നതും നയിക്കുന്നതും ആ മതത്തിൽ വിശ്വസിക്കുന്നവരാണ്, അതല്ലാതെ ആരുമല്ല. അതേസമയം മുസ്ലിം പള്ളി നോക്കുക, അത് നിയന്ത്രിക്കുന്നതും നയിക്കുന്നതും എല്ലാം മുസ്ലിം വിഭാഗത്തിൽപ്പെടുന്നവരാണ്. അവരെല്ലാമാണ് ഈ രണ്ട് ഭാഗത്തിൽപ്പെടുന്ന മതത്തെ നിയന്ത്രിക്കുന്നതും നയിക്കുന്നതും. നല്ല കാര്യം. അതേസമയം 19% വരുന്ന ഹിന്ദു വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാരുടെ അമ്പലങ്ങൾ നയിക്കുന്നവരാണ് ഹിന്ദു മതത്തിൽ വിശ്വസിക്കാത്ത ഒരു വ്യക്തി. ഒന്നുകൂടെ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുസ്ലിം വിഭാഗത്തിൽപ്പെടുന്ന അല്ലെങ്കിൽ ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെടുന്ന ഒരാൾക്കാർ ദേവസ്വം വകുപ്പ് മന്ത്രിയായാലും എങ്ങനെ ഇരിക്കും എന്ന് ചോദിക്കുന്ന ഒരവസ്ഥ തന്നെയാണ് വാസവനെ പോലെ മതവിശ്വാസി അല്ലാത്ത ഒരാളും ഇതുപോലൊരു വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. ഇതുപോലുള്ള ആൾക്കാരൊക്കെ ദേവസ്വം ബോർഡ് കൈകാര്യം ചെയ്ത് കഴിഞ്ഞാൽ അമ്പലത്തിൽ സ്വർണം ചെമ്പായി മാറും. സ്വാഭാവികം. പറയാനുള്ള കാരണം എന്താ വെച്ചാൽ കുറച്ച് നാളുകൾക്ക് മുമ്പ് ശബരിമലയിൽ മണ്ഡലവിളക്കിന്റെ സമയത്ത് ലൈവ് കാണിക്കുമല്ലോ. അന്ന് ഈ മന്ത്രി നടയുടെ തൊട്ടു മുമ്പിൽ നിൽപ്പുണ്ട്. മന്ത്രി ഒന്ന് തൊഴുന്ന പോലും ഇല്ല. മന്ത്രി അകത്തേക്കൊക്കെ നോക്കി നിൽക്കുകയാണ്. വിശ്വാസം ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് മറ്റൊരാൾക്ക് കിട്ടുന്ന അവസരം മന്ത്രി ആദ്യം വന്ന് അവിടെ നിന്ന് കളയുന്നത്? മന്ത്രി ഇവിടെ വന്നിട്ട് ഞാനൊരു നിരീശ്വരവാദിയാണ് എന്ന് ഭാവിക്കാൻ വേണ്ടി എന്തൊക്കെയോ കാണിക്കുന്നതായിട്ടാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. അതേസമയം ഇവരുടെയൊക്കെ രണ്ടത്താപ്പ് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ ഈ അടുത്ത കാലത്ത് വലിയൊരു ചർച്ച നടന്നിട്ടുണ്ട്. വഖഫ് ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ടൊരു ചർച്ച പാർലമെന്റിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലാണെങ്കിൽ അത് വലിയ ചർച്ചയായിരുന്നു. ഈ മന്ത്രിയുടെ പാർട്ടിക്കാർ അന്ന് പറഞ്ഞ കുറച്ച് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. മതവിശ്വാസം, ആചാരം, മതസ്വാതന്ത്ര്യം, മതത്തെ ബഹുമാനിക്കണം എന്നൊക്കെ പറഞ്ഞ അതേ ആൾക്കാർ അന്ന് വഖഫ് ബോർഡിൽ ജില്ലാ കളക്ടറെ ആഡ് ചെയ്യുന്നു എന്നുള്ള ഒറ്റ പേരിൽ മറ്റു വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാരെ ഒന്നും വഖഫ് ബോർഡിൽ കയറ്റെടുത്ത് അത് അവരുടെ മതസ്വാതന്ത്ര്യത്തിന് എതിരാണെന്നൊക്കെ വാദിച്ചവരാണ് ദേവസ്വം ബോർഡ് വിശ്വാസികളില്ലാത്ത ഒരാളിൽ ഏൽപ്പിച്ചിരിക്കുന്നത്. ഇതൊരു തരത്തിൽ ഇരട്ടത്താപ്പല്ലേ? ലോകത്തെവിടെ ഇതുപോലൊരു കോമഡി നമുക്ക് കാണാൻ പറ്റത്തില്ല. 19% ആൾക്കാരുടെ വിശ്വാസത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു അമ്പലങ്ങൾ നിയന്ത്രിക്കുന്നത് ആ മതത്തിൽ ഒരു വിശ്വാസം ഇല്ലാത്തൊരു വ്യക്തി. എന്തായാലും ആദ്യമായിട്ട് പേജ് കാണുന്നവർ ഒന്ന് ഫോളോ ചെയ്തിട്ട് മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.